റെസ്റ്റോറന്റ് നല്ല സാധനം. ഇന്നേ ഞങ്ങൾ വിചാരിച്ചു അബിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്താലോ എന്ന്. എന്നും ഒരേ മോഡൽ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ കഴിക്കുന്നത്. അപ്പൊ ഇന്ന് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. അതിന്റെ എക്സ്പ്രഷൻ ആണ് നിങ്ങളിപ്പോ കണ്ടത്. സത്യം പറഞ്ഞ് ഞെട്ടിക്കാൻ പോയി. ഞെട്ടിയത് ഞങ്ങളാ, വേറൊന്നും കൊണ്ടല്ല. അത് കണ്ടിട്ടും കഴിച്ചിട്ടും ആൾക്കത് എന്താന്ന് മനസ്സിലായില്ല. ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. അത് എന്തുകൊണ്ടാണ് മനസ്സിലാവാഞ്ഞെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പൊ അബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു ഫുഡ് എന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഒരു സംഭവമല്ല, നമ്മുടെ അന്യ സംസ്ഥാനത്തുള്ള തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പൊങ്കലാട്ടോ. അപ്പൊ എപ്പോ തമിഴ്നാട്ടിൽ പോയാലും പൊങ്കൽ ഉണ്ടെങ്കിൽ പൊങ്കലിന് വേണ്ടി കമന്നടിച്ച് വീഴും അബി. അപ്പൊ വേറെ ഒന്നും ആൾക്കപ്പോ വേണ്ട. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ വൈ നോട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാം. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, എന്നാൽ ഇത് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അഥവാ ചക്ക ഇട്ട് മുയൽ ചത്താലും. അങ്ങനെ പിന്നെ ഞങ്ങൾ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മെയിൻ ഷെഫ് അമ്മയാട്ടോ. അമ്മയാണ് ഇന്ന് അവർക്ക് പൊങ്കൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ആ പൊങ്കൽ എങ്ങനെ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇതിനാദ്യം നമുക്ക് വേണ്ടത് പച്ചരി, ചെറുപയർ, പരിപ്പ് ആട്ടോ. അപ്പൊ നമ്മൾ എത്ര കപ്പ് പച്ചരി എടുക്കുന്നു അതിന്റെ പകുതി വേണം ചെറുപയർ എടുക്കാൻ. അരി, ചെറുപയർ, ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് ജീരകവും കുറച്ച് നെയ്യും കൂടി ഇട്ട് നന്നായിട്ട് വിസിലടുപ്പിച്ച് വേവിക്കണം. ഭയങ്കര എളുപ്പമാട്ടോ. കാരണം നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ കോമ്പിനേഷൻ സാമ്പാറൊക്കെയാണ്. പക്ഷേ ഈ ഒരു സംഭവം ഒരു കോമ്പിനേഷൻ ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതാ ഒരു പാൻ വെച്ചിട്ട് ഒരു പാത്രം, പൊങ്കൽ ഉണ്ടാക്കാൻ ഒരു പാത്രം വെക്കാം. അതിലേക്ക് നെയ്യാണ് കേട്ടോ മെയിൻ, വേറെ എണ്ണയൊന്നും ഒഴിക്കരുത്. നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് ഇഞ്ചി അരിഞ്ഞത്, കുരുമുളക്, കാഷ്യൂനട്ട് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ അരിയുടെയും ചെറുപയറിന്റെയും മിക്സും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് ഉപ്പ് ഇടും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പൊങ്കൽ ഉപ്പില്ലാത്ത കഷായം പോലെ ആയിപ്പോ. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പമായിരുന്നു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഡെയിലി വീട്ടിൽ പൊങ്കലാക്കായിരുന്നു. അതോടെ ഇരിക്കട്ടെ. ഏതായാലും നമ്മുടെ പൊങ്കൽ റെഡിയായി. ഇനി ഇത് നമുക്ക് നമ്മുടെ സർപ്രൈസ് ബോയ്ക്ക് കൊടുത്ത് ഞെട്ടിക്കണ്ടേ? ഞെട്ടുവോ? നോക്കാം. ഞെട്ടുവോ അതോ നമ്മളെ ഞെട്ടുവോ? എന്താണ് പാവ? ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ആരാ ഞെട്ടിയെന്ന്. സത്യം പറഞ്ഞ സംഭവം സൂപ്പറാണ്. അബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഞെട്ടാഞ്ഞതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അബിക്ക് ആ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ ടേസ്റ്റ് അല്ല ഈ പൊങ്കലിന് കിട്ടി. ഇത് നമ്മുടെ കേരളീയ പൊങ്കലിന്റെ വേറൊരു ടേസ്റ്റ്. പക്ഷെ ഞാൻ കഴിച്ചു, അടിപൊളി ടേസ്റ്റ് ആണ്. ഈ ഒരു പൊങ്കൽ എന്തുകൊണ്ടാണ് അബിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഇപ്പൊ മനസ്സിലായി. അബി അത് മാക്ക് കഴിച്ചായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. അപ്പൊ ഞാൻ പിന്നെ വരാം.